കാലത്ത് പാമ്പ് കടിയേറ്റ ഒരാളെ ആയുർവേദ വലിയ ചികിത്സകന്മാരൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. അവരൊക്കെ ഇങ്ങനെ പല ചികിത്സകളൊക്കെ ചെയ്തിട്ട് വേഗം തന്നെ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരം ആയുർവേദ ചികിത്സകളും പ്രകൃതി ചികിത്സയായിട്ടുള്ളൊരു റിലേഷൻ എങ്ങനെയാണ്? സത്യത്തില് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള വർഷങ്ങളോളം പഴക്കമുള്ള, അതെ, BC 5000 എത്രയോ പഴക്കമുള്ള ആയുർവേദം. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു വെറും 150 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ ശാസ്ത്രം. കാരണം മനുഷ്യൻ അത് ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യനെ കുറെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഡോക്ടർമാര് മനുഷ്യന്റെ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ ശമനം കിട്ടുന്നു എന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കി. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്ടർ ഐസക് ജെന്നിങ്സ്, അദ്ദേഹം അമേരിക്കയിലാണ്. ആ ഡോക്ടറാണ് ഇതിന് രൂപം കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഇതിന്റെ ഉപജ്ഞാതാവായിട്ട് കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ 30 വർഷത്തോളം അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അദ്ദേഹമാണ് ഇതിനൊരു രൂപം കൊടുത്തു തരുന്നത്. അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായിട്ട് അടിത്തറയുള്ള എല്ലാ ശാസ്ത്രീയ അടിത്തറയോടും കൂടി തന്നെ ആണ് ഇതിനൊരു 150 വർഷം രൂപം വന്നത്. പിന്നെ ഇതിന് തമ്മിൽ കാണാവുന്ന ഒരു സാദൃശ്യം വാഗ്ഭട ആചാര്യൻ എന്ന് പറഞ്ഞ ആയുർവേദത്തിന്റെ ഒരു പ്രധാന വ്യക്തിയാണ്, ആചാര്യനാണ്. ഈ വാഗ്ഭട ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ലംഘനം പരമൌഷധം എന്നാണ്. ലംഘനം പരമൌഷധം എന്ന് പറയുമ്പോൾ ആഹാരം ലംഘിക്കുന്നത് തന്നെ ഔഷധമാണ്. അപ്പൊ നമ്മൾ അതിനോട് സാമ്യം വരുന്നു, ഉപവാസത്തിനോട് സാമ്യം വരും. അതുപോലെ പല കാര്യങ്ങളും ആഹാരം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധത്തിന്റെ ആവശ്യമില്ല. പ്രകൃതി ജീവനം, അതെ, അത് പ്രകൃതി ജീവനമാണ്. ആഹാരം പഥ്യമുള്ളതല്ലെങ്കിൽ ഔഷധം കൊണ്ടും പ്രയോജനമില്ല. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിജീവനം തന്നെയാണ് വളരെ നല്ലത് എന്നാണ് ആയുർവേദം പറയുന്നത്. അങ്ങനെ ഒരു കമ്പയറിങ് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ എല്ലാ ചികിത്സയും പരസ്പരം അവരുടെ പിതാക്കന്മാര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണം, അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്, അദ്ദേഹം ആഹാരമാണ് നിന്റെ ഔഷധം, ആഹാരമല്ലാതെ മറ്റൊരു ഔഷധവും നിനക്കില്ല എന്ന് പറയും. വാഗ്ഭടാചാര്യനും ആഹാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഇത് തന്നെയാണ് പ്രകൃതി ചികിത്സയിലും പറയുന്നത്. ഹോമിയോപ്പതിയുടെ പിതാവ് സ്വാമി ഹാനിമാനും ഇതേ അഭിപ്രായമുണ്ട്. ഒരു വ്യക്തി മുന്നിൽ വന്നു കഴിഞ്ഞാൽ, രോഗി മുന്നിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യകള്, ആഹാരചര്യകള് ഒക്കെ മനസ്സ് പഠിച്ച് അതിലെ തിരുത്തലുകളോട് ചികിത്സിക്കാനാണ് ശരിക്കും നിർദ്ദേശം. അപ്പൊ മൊത്തത്തിൽ ഏതൊരു ചികിത്സാ സമ്പ്രദായത്തിന്റെ ബേസ് നിങ്ങൾ കഴിക്കുന്ന ആഹാരവും